Praise the Lord. ഈ രാവിലെ നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഈ വലിയൊരു സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर का नाम को महिमा हो. इस सुबह हमें जो अवसर मिला है उनके नाम की हम महिमा करते हैं. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിമിതികളുടെ മധ്യത്തിലാണെങ്കിലും ഈ നിലയിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഇടയായി തീരുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. बहुत कठिनाइयों के बीच में हम है, लेकिन फिर भी परमेश्वर को आराधना करने के लिए अवसर मिला. परमेश्वर को धन्यवाद करते हैं. എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയം ദൈവത്തിന്റെ വലിയൊരു വചനത്തിനും ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. इस अवसर जो मुझे मिला है, परमेश्वर को धन्यवाद करते हैं. थोड़ी देर हम परमेश्वर के वचन से कुछ मनन करेंगे. ഇന്നലെ വൈകുന്നേരം കാക്കനാട് സഭ ക്രമീകരിച്ച സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഇടയായിട്ട് തീർന്നു. कल शाम को जो संडे स्कूल पेरेंट्स मीटिंग में जो अपने असेंबली ने जो किया था, उसमें भाई को भी उसमें भाग ले पाया. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടിവരവായിരുന്നു എന്നുള്ളത് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. बहुत से आशीष भरा हुआ एक मीटिंग था वो. സൺഡേ സ്കൂളിൽ വെച്ചാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്. എനിക്ക് ആ ദിവസവും ആ സമയവും ഇപ്പോഴും നല്ല ഓർമ്മയിലുണ്ട്. मैंने भी परमेश्वर को अपना उद्धारकर्ता उस संडे स्कूल में ही स्वीकार किया और उस दिन और तिथि सब मैं जानता हूँ. സൺഡേ സ്കൂളിനെ ഓർത്ത് എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചു വരികയാണ്. संडे स्कूल के बारे में हम रोज अपना प्रार्थना करते हैं. ഈ ദിവസങ്ങളിൽ എല്ലാ സോഷ്യൽ മീഡിയസിലും പത്രങ്ങളിലും ഒക്കെ കാണുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു വാക്ക് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, തലമുറ മാറ്റം. आज की जमाने पे हम पीढ़ी का बदलाव के बारे में हम सारे मीडिया में ये हम देखते हैं. ഈ വാക്ക് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിന്നും അനേകരുടെ വായിൽ നിന്നും ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ये अपने जो सत्ता में है, जो नहीं सत्ता में है, ये सब लोग इसके बारे में कहते रहते हैं. കഴിഞ്ഞ നാളുകളിൽ അത് കേട്ടുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ അത് അധികമായി കേൾക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. पहले भी हमें सुनते थे, लेकिन अब बहुत ज्यादा उसके बारे में हम सुनते हैं. കേരളത്തിന് തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന പരാജയത്തെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് തലമുറ മാറ്റം സംഭവിക്കുന്നില്ല, എന്നും ഒരാൾ തന്നെ തുടരുന്നതായ ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ പരാജയത്തിന്റെ കാരണം എന്നുള്ളത് ചില നേതാക്കന്മാരൊക്കെ വിലയിരുത്തുവാനിടയായി തീർന്നു. कांग्रेस का जो अभी इलेक्शन में जो हार गया है, उसके बारे में जब लोग एनालिसिस किया है, उन्होंने ये बताया कि ये बुजुर्ग लोग जो है, पहले का जो लोग है बैठे रहते हैं, वो बदलते नहीं है, पीढ़ी बदलने की तैयार नहीं होता है. ये कारण से उनका पराजय हुआ है. ഈ കഴിഞ്ഞ ദിവസം टीवी കണ്ടതായ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു പദപ്രയോഗം എന്നെ വിശേഷാൽ ശ്രദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. पिछले बार जो एक चर्चा टीवी में हुआ था, उसके बारे में मैं आपको बताना चाहता हूँ. അതിൽ വളരെ മുതിർന്നതായിരിക്കുന്ന ഒരു നേതാവ് മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: മുമ്പോട്ടുള്ളതായ കാഴ്ചപ്പാടുകൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി തലമുറ മാറ്റത്തെ പറ്റി ചിന്തിക്കുന്നത് എന്ന് താൻ പറയാനിടയായി. एक बुजुर्ग नेता ने ऐसे कहा कि जब आगे का एक दृष्टिकोण उनके दिल में आता है, तभी तो वो पीढ़ी को बदल करने की सोच विचार उसके दिल में. കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. पिछले कुछ दिनों में ये मेरे दिमाग में यही बैठा हुआ था. ഇന്നലെ വൈകുന്നേരത്തെ മീറ്റിംഗിൽ ഈ ആശയം പിന്നെയും എന്റെ മനസ്സിൽ കടന്നു വന്നു. कल का जो शाम को मीटिंग हुआ था, उसमें फिर ये बात मेरे दिल में आया. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും 100% ആത്മാർത്ഥമായിട്ട് പറയട്ടെ, കാക്കനാട് സഭയെ ഓർത്ത് ഞാൻ വാസ്തവമായി എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मेरे दिल से, तहे दिल से मैं ये कहना चाहता हूँ कि काकनाड असेंबली के लिए परमेश्वर को मैं बहुत धन्यवाद देता हूँ. മൂപ്പന്മാരായ സഹോദരന്മാർ അടുത്ത ശേഷം വരാൻ പോകുന്ന ഒരു തലമുറയെ ഉദ്യമിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു ചിത്രം, ഒരു കാഴ്ച ആ മീറ്റിംഗിൽ എനിക്ക് കാണുവാനിടയായി തീർന്നു. कलीसिया में जो बुजुर्ग लोग हैं, वो एल्डर्स हैं, वो अपने आगे आने वाला पीढ़ी को उनको आगे आने के लिए बहुत से उत्साहित करते हैं. ये मुझे नजर आया. മൂപ്പന്മാരായ സഹോദരന്മാർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്ത് മറ്റ് സഹോദരന്മാരെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ച് അവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തി സ്ഥലം സഭയുടെ ആത്മീയ വർധനയ്ക്കു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരെ ഓർത്ത് ഞാൻ വാസ്തവമായി സല്യൂട്ട് ചെയ്യുന്നു. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. जो बुजुर्ग लोग हमारे कलीसिया का है, उन्होंने ये यंग जनरेशन को, नेक्स्ट जनरेशन को उत्साहित करते हुए उन्हें आगे जाने की प्रेरणा देता है. उनके बारे में सोचते हुए मैं उनको सैल्यूट करता हूँ और परमेश्वर को धन्यवाद करता हूँ.
സഹോദരന്മാരെ എല്ലാവരെയും ഓർത്ത് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്റെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനയാലുള്ള എല്ലാ പിൻബലവും ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തുള്ളൂ. प्रार्थना मेरे साथ होंगे और आप सबके लिए परमेश्वर को मैं धन्यवाद करते ही रहूंगा. ഞാൻ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യത്തിൽ നിന്നും ചുരുക്കം ചില ആലോചനകളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും 23-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. 23वां भजन संहिता जो हम सब जानते हैं, हम उसकी तरफ और चले. ഏറ്റവും ആദ്യം പഠിച്ച സങ്കീർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സാംസ് 23, 23-ാം സങ്കീർത്തനം. हम सब ने सबसे पहले यही बाय हार्ट कराया था. ഇപ്പോ ഈ വാക്ക് കേൾക്കുന്ന എല്ലാവർക്കും മനഃപ്പാഠമായിട്ട് അറിയാവുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ये सब लोग जो मुझे सुनता है वो बाय हार्ट करके रखा हुआ है ये भजन संहिता. ഈ സങ്കീർത്തനം അനേക പ്രാവശ്യങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വാചകം എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുവാനിടയായിട്ട്. बहुत बार इसके बारे में हमने पढ़ा है, लेकिन एक शब्द इसके अंदर से मेरे दिल को छूने वाला एक शब्द के बारे में कहूंगा. മൂന്നാമത്തെ വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വേഴ്സ് 3, 23-ാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം, സാംസ് 23 വേഴ്സ് 3. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. तीसरा वचन है, वो मेरे जीव में जी ले आता है, धर्म के मार्गों में वो अपने नाम के निमित्त मेरे अगुवाई करता है. ഇവിടെ ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ ആ വാക്യം എങ്ങനെയാണ്? He guides me in the paths of righteousness for his name's sake. और हम देखते हैं कि उनकी नाम के वजह से, ऐसे अंग्रेजी में लिखा है, उनकी नाम के कारण मुझे वो अगुवाई देता है, आगे चलाता है. തിരുനാമത്തിന്റെ മഹത്വത്തിനായി എന്നെ നീതിപാതകളിൽ നടത്തുന്നു. मुझे धार्मिक रास्तों में चलाता है, परमेश्वर की नाम की महिमा के लिए. ഞാൻ ആ വാചകം ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായി എന്നെ നീതിപാതകളിൽ നടത്തുന്നു. परमेश्वर के नाम की महिमा के लिए मुझे धार्मिकता में वो चलाता है. ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ കഴിയും: ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ്. ദൈവം നടത്തുന്ന നീതിയുടെ പാതകൾ. आज का जो सब्जेक्ट में बात कर रहा हूँ उसको एक शीर्षक दे सकता है कि धार्मिकता का मार्ग. ऐसे ही हम बुला सकते हैं उसको, धार्मिकता का मार्ग. ദൈവം നടത്തുന്ന നീതിപാതകൾ ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് ദൈവം നടത്തുന്നതാണെന്നും അതിൽ അനേക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ആ വാക്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. इसमें से ये हम समझ सकते हैं कि परमेश्वर का जो मार्ग है उसमें धार्मिकता का बहुत बहुत अलग अलग फैक्टर्स होता है और वो उसके अंदर ही अंतर्लीन है. ഈ ദൈവത്തിന്റെ നീതിപാതകൾ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്തപ്പോൾ പ്രിയ എബി സ്തോത്രം ചെയ്യുകയുണ്ടായി. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, കഷ്ടങ്ങൾ ഇവയെല്ലാം ഉള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. आज प्रार्थना के समय पर भाई एबी ने कहा कि जिंदगी का बहुत कष्ट, क्लेश, तकलीफ है, सब मिला हुआ एक जिंदगी हमें परमेश्वर ने दिया हुआ. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യങ്ങളിൽ കൂടി എല്ലാം ദൈവം ദൈവത്തിന്റെ നീതിപാതകളിൽ കൂടെയാണ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. लेकिन ऐसे सारे समय पर भी हम ये याद करना है कि परमेश्वर अपने धार्मिकता का रास्ते में ही हमें लेके चलता है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ആരംഭമുണ്ട്. हमारे इस विश्वास जीवन का एक शुरुआत होता है. ക്രിസ്തീയ ജീവിതത്തിന് ഒരു തുടർച്ചയുണ്ട്, ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. उसका एक कंटिन्यूएशन होता है. ക്രിസ്തീയ ജീവിതത്തിന് ഒരു പരിസമാപ്തിയുമുണ്ട്. और उसका एक आखिरी समाप्ति भी होता है. ഈ ജീവിത യാത്രയെ സംബന്ധിച്ച് ദൈവവചനമായിരിക്കുന്ന ബൈബിൾ പ്രത്യേകിച്ച് 23-ാം സങ്കീർത്തനങ്ങൾ പറയാണ്, ഈ ജീവിത യാത്രയിലെ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന നീതിയുടെ പാതകളാണ്. നീതിയുടെ പാതകൾ. भजन संहिता हमको ये कहते हैं कि ये जो जीवन में आने वाला प्रश्न, कष्ट, क्लेश, ये सब परमेश्वर हमें देता है. वो नीति का, धार्मिकता का वो मार्ग है, उसका सिखलाई है. ദൈവത്തിന്റെ നീതിപാതകൾ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. നമ്മൾ പലരും അത് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. परमेश्वर का जो नीति का रास्ता, उसको वो एकदम महत्तर एक बात है और हम सब उसके अंदर से गुजरते हैं. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും പലവിധമായ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങൾ ഈ ദിവസങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. हमारे हर परिवार में कुछ ना कुछ तो प्रॉब्लम आज के दिनों में होते रहता है. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം അന്യോന്യം എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. पिछले दिनों में हम एक दूसरे के बारे में सोचते रहते थे.
എല്ലാ കുടുംബങ്ങളിലുമുണ്ട് പ്രശ്നങ്ങൾ. വേദനയായിട്ടും രോഗമായിട്ടും ഭാരമായിട്ടും കഷ്ടതയായിട്ടും വിവിധങ്ങളായ പ്രശ്നങ്ങൾ എല്ലാ കുടുംബങ്ങളെയും ഭരിക്കുന്നുണ്ട്. हर परिवार में एक ना एक प्रॉब्लम, जैसे कोई बीमारी तकलीफ है, ये सब ने सब हर परिवार में होते हैं. ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഈ ജീവിതാനുഭവങ്ങൾ കിട്ട പേരാണ് ഇത് ദൈവത്തിന്റെ നീതിപാതകളിൽ കൂടെയുള്ള നടത്തിപ്പാണ്. ये मेरा खुद की निजी जिंदगी को देख के मैंने परमेश्वर के से कहा, ये तो परमेश्वर का नीति पादाओं से मुझे चलाने का वही तो मार्ग है. ഈ വേദഭാഗം പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ചില ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. इस भाग को मैं मनन कर रहा था, मेरे दिमाग में कुछ आइडिया सोच विचार आया. 23-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം നാം പഠിക്കണമെങ്കിൽ, പഠിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, अगर तीसरा आयत को 23वां भजन संहिता के तीसरा आयत को हम पढ़ना चाहते हैं तो 22-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും 24-ാമത്തെ സങ്കീർത്തനവും ചേർത്ത് വേണം നാം പഠിക്കുവാൻ. हम 22, 23 और 24 भजन संहिता तीनों को मिलाकर ही पढ़ना चाहिए. ഈ 3 സങ്കീർത്തനങ്ങളെ കൂട്ടിച്ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ വാക്കിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. जब ये तीनों भजन संहिताओं को अच्छी तरह मिला के पढ़ते हैं तभी तो ये आयत का मतलब हमें समझ में आता है. നമുക്കറിയാം 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഇടയനും ആടുകളും തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ കാണിക്കുന്ന സങ്കീർത്തനമാണ്. एक चरवाहा और उनका जो बकरियों की जो रिलेशंस को दिखाते हैं. ഞാൻ ഈ 3 സങ്കീർത്തനങ്ങളെ ക്രോഡീകരിച്ച ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ये तीनों भजन संहिता को मिलाकर मैं जल्दी जल्दी कुछ बात करना चाहता हूँ. നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് വേണേ കുറിച്ച് വെക്കുകയും ചെയ്യാം. 22-ാം സങ്കീർത്തനത്തിലേക്ക് നാം ചെന്നാൽ 22वां भजन संहिता को हम देख सकते हैं, आप नोट कर सकते हैं. ആ സങ്കീർത്തനത്തിൽ കാണുന്നത് യേശുക്രിസ്തു നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. हम देखते हैं कि प्रभु यीशु एकदम अच्छा चरवाहा है जो अपना जान हमारे लिए देता है, अपने बकरों के लिए. 23-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാൽ 23वां भजन संहिता को देखते हैं. അവിടെ ഒരു വലിയ ഇടയൻ ആടുകളെ പരിപാലിക്കുന്നതായി കാണാൻ കഴിയും. हम देखते हैं कि एक बहुत बड़ा एक चरवाहा जो अपने भेड़ बकरों को देखभाल करता है. 24-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാൽ 24वां भजन संहिता को देखें. ഒരു ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന കാര്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. आगे आने वाला दिनों में आने वाला एक महा चरवाहा के बारे में बताया गया है. 22-ൽ നല്ല ഇടയൻ, 23-ൽ വലിയ ഇടയൻ, 24-ൽ ശ്രേഷ്ഠ ഇടയൻ. और हम देखते हैं कि 22 में अच्छे चरवाहा और 23 में चराने वाला और 24 में हम देखते हैं कि एक श्रेष्ठ चरवाहा. വീണ്ടും 22-ാം സംഘത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനാക്കി ചിത്രീകരിക്കുന്നത് കാണാൻ കഴിയും. 22वां भजन संहिता में देखते हैं कि प्रभु यीशु को उद्धारकर्ता की रूप में दिखाता है. 23-ാം സംഘത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തു ഇടയനായിട്ട് ചിത്രീകരിച്ചത് കാണാൻ കഴിയും. 23वां भजन संहिता में प्रभु यीशु को चरवाहा के रूप में दिखाता है. വീണ്ടും 24-ാം സംഘത്തിലേക്ക് വന്നാൽ യേശുക്രിസ്തു സർവ്വ അധികാരിയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചിത്രീകരിച്ചിരിക്കുന്നു. और 24वां भजन संहिता में सारे अधिकार दिया हुआ यीशु मसीह को हम देखते हैं. വീണ്ടും 22-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ ക്രൂശിലെ മരണത്തെ കാണാൻ കഴിയും. 22वां भजन संहिता में देखते हैं कि क्रूस के ऊपर बलि देने वाला चरवाहा. 23-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ വടിയും കോലും കാണാനായിട്ട് കഴിയും. और 23वां भजन संहिता में उनका झड़ी जो हमें चलाता है उसके बारे में बताया गया है. 24-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ കിരീടത്തെ കാണാനായിട്ട് കഴിയും. 24वां भजन संहिता में उनका जो मुकुट है, ये चरवाहा का मुकुट को, കിരീടധാരിയായ സർവശക്തൻ, मुकुट पहना हुआ एकदम सर्वशक्तिमान. വീണ്ടും 22-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ കാൽവറിയിലെ ക്രൂസിനെ കാണാനായിട്ട് കഴിയും. और 22वां भजन संहिता को दोबारा देखते हैं कि कालवरी का वो क्रूस को, सूली को हम देख सकते हैं. 23-ാം സംഘത്തിലേക്ക് വന്നാൽ ആടിന്റെ മരണ നിഴലിന്റെ താഴ്വര കാണാൻ കഴിയും. और 23वां भजन संहिता में जो मृत्यु का घाटी जो बकरे चलते हैं उसके बारे में कहा गया है. 24-ാം സംഘത്തിലേക്ക് വന്നാൽ യഹോവയുടെ പർവ്വതത്തെ കാണാനായിട്ട് കഴിയും. और 24 में हम देखते हैं कि परमेश्वर का जो पर्वत उसको हम देखते हैं. വീണ്ടും 22-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ താഴ്മയെ കാണാനായിട്ട് കഴിയും. 22वां भजन संहिता में वो कितना नीचे हो गया ये चरवाहा, उसके बारे में देखता है. 23-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ കരുതലിനെ കുറിച്ച് കാണാൻ കഴിയും. 23वां भजन संहिता में देखते हैं कि वो हमें कितना देखभाल करते हैं. 24-ാം സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ മഹത്വം കാണാനായിട്ട് കഴിയും. और 24वां भजन संहिता में उनका जो महत्व वो हम देख सकते हैं. 6-ാമത്തെ കാര്യം,
വീണ്ടും 22 സംഘത്തിലേക്ക് വന്നാൽ ഇടയന്റെ ശക്തി കാണാൻ കഴിയും. The power of shepherd. 22वां भजन के संहिता में हम उनकी शक्ति को देख सकते हैं, हमारे चरवाहा का। 23 വരുമ്പോൾ ഇടയന്റെ സാന്നിധ്യത്തെ കാണാൻ കഴിയും. और 23 में हम देखते हैं कि उनका सानिध्य जो हमारे बीच में रहता है. 24 വരുമ്പോൾ ഇടയന്റെ വാഗ്ദത്തം കാണാൻ കഴിയും. और 24 में हम देखते हैं कि उनका वायदा जो उन्होंने किया है उसको. വീണ്ടും 22 സംഘത്തിലേക്ക് വന്നാൽ आगे फिर 22 में चलेंगे. ഇടയനും നാമുമായുള്ള ഒരു കഴിഞ്ഞ കാലം കാണാനായിട്ട് കഴിയും. जो समय बीत गया चरवाहा और हमारे बीच में, उसको हम देख सकता है. 23 വന്നാൽ നാമും ഇടയനും തമ്മിലുള്ള ഒരു വർത്തമാന കാലം കാണാൻ കഴിയും. और आज की तिथि में जो होता है वो 23वां भजन संहिता में जो चरवाहा और हमारे बीच में है वो देख सकते हैं. 24 വന്നാൽ നാമും ഇടയനും തമ്മിലുള്ള ഒരു ഭാവി കാലം കാണാൻ കഴിയും. और आगे आने वाला दिन हम भावी में जो होना है चरवाहा और हमारा रिश्ता उधर 24 में भी दिखाता है. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയം മുഴുവനും ഈ 3 സങ്കീർത്തനങ്ങളിൽ പറയാൻ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ചില വസ്തുതകൾ മനസ്സിലാക്കിയപ്പോഴാണ് 23 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ ഗൗരവം ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞത്. और इसी तरह मैं बहुत देर ऐसे बताते जा सकता हूँ, लेकिन ये समझने के लिए कोशिश जब किया ये 23 अध्याय का 3 आयत का मतलब उसको मेरे को समझ में आया. ഈ 3 സങ്കീർത്തനങ്ങളും നാമും ഇടയനുമായുള്ള ഒരു ഹൃദ്യമായ ബന്ധം കാണാനായിട്ട് കഴിയുന്നു. ये तीनों भजन संहिता में हमारे चरवाहा के बीच की जो संबंध हमें नजर आता है, एकदम बढ़िया संबंध. ഞാൻ ഒരു വാക്കോട് പറയട്ടെ. 22 സങ്കീർത്തനത്തിലെ ഇടയന്റെ പ്രായശ്ചിത്ത മരണത്തിൽ രക്ഷാനിർണയം പ്രാപിച്ചവർക്ക് മാത്രമാണ് 23 24 സങ്കീർത്തനങ്ങളുമായിട്ട് ബന്ധമുള്ളത്. 22वां भजन संहिता में उद्धारकर्ता का मृत्यु की पाप की प्रायश्चित के लिए जो बलि हुआ है उसके संबंध में जिसको संबंध होता है वही सिर्फ 23वां भजन संहिता की चीजें समझ सकता है. 23 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. യഹോവ എന്റെ ഇടയനാണ്. പക്ഷെങ്കിൽ ആ ബന്ധം നമുക്ക് സാധ്യതമാകണമെങ്കിൽ 22 സങ്കീർത്തനത്തിലെ ക്രൂശിലെ മരണത്തെ വ്യക്തമാക്കുന്ന ആ സങ്കീർത്തന വാക്കുകളിൽ നമുക്ക് പാപക്ഷമയുണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് 23 24 നമുക്ക് അന്വർത്ഥമാകുവാനായിട്ട് കഴിയുന്നത്. 23वां और 24वां भजन संहिता तब हमारे लिए लागू होता है जब हम 22वां भजन संहिता में क्रोस के ऊपर देखेंगे और उसके ऊपर हमारे लिए जो बलिदान हुआ, हमारा पाप क्षमा जो हुआ है उसको हम देखेंगे. എന്റെ മുമ്പിലുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ 23 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരുക്കുന്ന നീതിപാതകളിലെ 4 അനുഭവങ്ങൾ ഈ സങ്കീർത്തനം വ്യക്തമാക്കി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 3 आयत से मैं परमेश्वर जो 4 चीजें ये उनके धार्मिकता की रास्ते के बारे में मैं आपको बताऊंगा. ഈ 4 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ പ്രായോഗിക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായ സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്ക് നൽകി തന്നത്. मेरा निजी जीवन में, प्रैक्टिकल जीवन में ये बहुत खुशी दिया है ये 4 बातें. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ ഹൃദ്യമായ ബന്ധം നാം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട്, നാം എത്രമാത്രം അതിനെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. प्रभु यीशु के साथ जो हमारा जो अच्छे रिश्ता जो है उसको हम कितने अच्छी तरह से रखता है. ദൈവം ഒരുക്കുന്ന നീതിപാതകളിലെ 4 അനുഭവങ്ങൾ. और 4 जो हमारे अनुभव जो है परमेश्वर का जो धार्मिकता का रास्ता में हम देख सकता है. ഒന്നാമത്തെ കാര്യം, पहली बात, ഇതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവായ യേശുക്രിസ്തു എന്ന ഇടയനോട് കൂടെയുള്ള ഒരു സന്തോഷകരമായ ജീവിതത്തെ കാണാനായിട്ട് കഴിയുന്നു. और 1 और 2 आय में हम देखते हैं कि एक एकदम खुशी लायक एक हमारा जीवन ये चरवाहा के साथ, यीशु मसीह के साथ हमारा होता है. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സന്തോഷത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനായിട്ടുണ്ട്. परमेश्वर का पवित्र आत्मा हमारा जो खुशी इन प्रभु यीशु के साथ का जो संबंध हम अपना है उसके बारे में जो है उसको दिखाता है. ഈ സന്തോഷകരമായ അനുഭവത്തിന്റെ മധ്യത്തിൽ പല അനുഭവങ്ങളെ കുറിച്ച് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. इधर ये खुशी की दिनों में बारे में हम देखते हैं बहुत से अलग अलग चीजें हम देख सकते हैं. യേശുക്രിസ്തു എന്റെ ഇടയൻ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു. प्रभु यीशु मेरा चरवाहा होने की वजह से मैं कितना खुश हूँ.
എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ബുദ്ധിമുട്ടുകളെയും അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന ഈ ഇടയനിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു. मेरे जिंदगी में जो खटियां होता है, जो कमियां होता है, उसको समझकर मुझे मदद करने वाला प्रभु यीशु के बारे में हम कितना खुश होता है. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്ന ദൈവത്തിന്റെ സന്തോഷത്തെ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? हरी चराइयों में मुझे बिठाने वाला परमेश्वर का जो खुशी को मैं कैसे पहचान पाऊंगा? ന്യായമായ നിലയിൽ ഒരു കാര്യമുണ്ട്. എല്ലാ ഇടയനും ആടുകളെ പച്ചയായ പുല്ലിന്റെ മുകളിൽ പുൽപ്പുറങ്ങളിൽ ആടുകളെ തീറ്റുകയാണ് ചെയ്യുന്നത്. हर एक चरवाहा नॉर्मली क्या करते हैं, ये अपने भेड़ बकरियों को खाने के लिए देता है ये जो घास फूस को. എന്നാൽ ഈ ഇടയൻ അങ്ങനെയല്ല ചെയ്യുന്നത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ ആടിനെ കിടത്തുകയാണ് ചെയ്യുന്നത്. लेकिन ये चरवाहा को देखो, उधर अपने बकरी भेड़ बकरियों को वो सुलाता है, बिठाता है. നാം എത്ര ചിന്തിച്ചാലും എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ദൈവം ഈ പുൽപ്പുറത്ത് എന്നെ കിടത്തുന്നു. और मुझे ये समझ में नहीं आता कि परमेश्वर क्यों इतना हरी भरी ये घास के बीच में मुझे क्यों सुलाता है और लिटाता है. എന്തുകൊണ്ട് ദൈവം എനിക്കിത് അനുവദിക്കുന്നു എന്നുള്ള ചോദ്യം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. हमेशा हमारे सबके दिल से ये सवाल आता है कि परमेश्वर मुझे ये क्यों कराता है, देता है. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ അനുഭവിക്കുന്ന രോഗത്തിന്റെ പ്രതികൂലത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ദിവസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി കിടപ്പിൽ തന്നെയാണ്, കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, രോഗത്തിന്റെ കാഠിന്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം എന്നെ കിടത്തുന്നു? और हमारा ये सवाल जिंदगी में आता है कि आज के दिनों में भाइयां बहनों जो कष्टता से, रोगों से, बीमारियों से गुजरते हैं, और परमेश्वर हमें क्यों ऐसे जगह पे लिटाता है. നമ്മുടെ പ്രിയ ബെൻസൺ സഹോദരന്റെ കുടുംബത്തെ ഓർത്ത് നാം കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു വന്നു. പ്രിയ മകൾക്ക് വേണ്ടി നാം വളരെയധികം ദൈവം കരയാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയ ജോസഫ് ബാബു സഹോദരന്റെ കുടുംബത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചു വന്നു. ദൈവം കരയാനിടയായി. എണ്ണി എണ്ണി ഞാൻ പറയട്ടെ, അനേക ജീവിത സാഹചര്യങ്ങളിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ഇടപെടുന്നു? ദൈവം നമ്മെ കിടത്തുവാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ട്? और हम दो मिसाल हमको आपको कहते हैं कि जैसे बेंसन भाई का बच्चे के बारे में जो बात हुआ था, परमेश्वर क्यों ऐसे जगह से उनको गुजार दिया. और जोसेफ बाबू ब्रदर के बारे में भी हम सोचते हैं कि ऐसे बातें क्यों हुआ उनकी जिंदगी में. ഈ പച്ചയായ പുൽപ്പുറത്ത് മേയുവാൻ ധാരാളം ഉണ്ടായിരിക്കുമ്പോഴും എന്തുകൊണ്ട് ദൈവം അവിടെ എന്നെ കിടത്തുവാൻ താല്പര്യപ്പെടുന്നു? ये चराइयों में जो हरी हरी चराइयों में बहुत चीजें खाने के लिए तो है, लेकिन मुझे इधर लिटाता क्यों? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന് ദൈവം മറുപടി പറയുന്നത്, उस सवाल का जवाब परमेश्वर ഈ ഇടയന്റെ സ്നേഹത്തെ അറിയേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇത് അനുവദിക്കുന്നത്. परमेश्वर का ये चरवाहा का प्रेम को पहचानने के लिए परमेश्वर इसकी अनुमति देता है. ഒരു പക്ഷെങ്കിൽ താൽക്കാലികമായി നമ്മുടെ ഹൃദയം വളരെയധികം ഭാരപ്പെടുവാൻ, വേദനിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആത്യന്തികമായി ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു സത്യം, ഈ ഇടയന്റെ സ്നേഹബന്ധമാണ് നാം തിരിച്ചറിയേണ്ടത്. और थोड़ी देर के लिए हम दुखी हो जाता है, लेकिन हमें ये पहचानना जरूरी है उनका जो हमारे साथ जो प्रेम का जो वो रिश्ता. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന കഷ്ടതകളുടെ മധ്യത്തിൽ, നാം അനുഭവിക്കുന്ന ഭാരങ്ങളുടെ മധ്യത്തിൽ, നാം അനുഭവിക്കുന്ന പ്രതികൂലത്തിന് മധ്യത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഈ ഇടയന്റെ സ്നേഹം എത്രമാത്രമെന്ന് നാം തിരിച്ചറിയണം. ये हमारे कष्टताओं के बीच में, प्रश्नों के बीच में हमें ये पहचानना है कि हमारा परमेश्वर का, हमारा चरवाहा का प्रेम कितना बड़ा है. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയ സഹോദരന്മാരെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അവരുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളിൽ ഈ ബന്ധം അത് ഊട്ടി ഉറപ്പിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. हमारे जो भाइयों के बारे में हमने कहा है, उनकी जिंदगी में हमें देखता है कि जैसे कष्टताओं से गुजरा, उनका रिश्ता और सख्त हो गया है. പ്രിയപ്പെട്ടവരെ, നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും ഈ ബന്ധത്തിന് യാതൊരു വിഘ്നവും ഉണ്ടാകുവാൻ ഇടയാകാതെ വണ്ണം നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. हमें ख्याल करने का एक बात होता है कि जिंदगी का हर वक्त में, हर
वक्त में हमारा ये रिश्ता जो प्रेम का रिश्ता है उसको बराबर बरकरार रखना है. പിശാചാൻ ഇവൻ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണല്ലോ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. शैतान बहुत जोर से काम करने वाला एक समय है. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ ബന്ധം, ഈ ഇടയനും ആടുമായുള്ള ഈ ഹൃദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. हमारे जिंदगी का हर पहलू में ये प्रेम का रिश्ता उसको बराबर बरकरार रखने के लिए हमारा जिंदगी जिम्मेदारी. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. व्यवस्थाविवरण का पुस्तक उसका 2रा अध्याय का 7-ാം വാക്യം. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടി ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല. देख रहे हैं कि परमेश्वर हमारे साथ इसराइलियों के साथ रह के हमें कोई कठिन नहीं होने दिया. ये बंजर भूमि में जब हम यात्रा कर रहे थे. ഒരു വാക്ക് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആ വാക്യത്തിൽ നിന്നും सिर्फ एक बात पे कहूंगा. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ये ऐसे बंजर भूमि में जो आप चल रहे हैं वो तो जान चुका है, उनको पता है उसके बाद. ഇവിടെ ഒരു വലിയ ജനസമൂഹത്തെ കാണാനായിട്ട് കാര്യം കഴിയും. ഇസ്രായേൽ മക്കളുടെ ഒന്നിച്ചുള്ള യാത്രയാണ് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. बहुत से लोग मिलकर, यहूदी लोग, इसराइली लोग मिलकर चलते हैं, ये तो दिखा रहे थे. ഒരു മഹാമരുഭൂമിയിലെ ദീർഘമായ യാത്രയാണ്. സംഭവം ചരിത്രം നമുക്കറിയാം, ഞാൻ അവിടേക്ക് പോകുന്നില്ല. मरुभूमि का एक यात्रा है, हम जानते हैं इसके बारे में. എന്നാൽ എല്ലാ ഭാഷാ പരിഭാഷകളിലും രേഖപ്പെടുത്തിക്കുന്ന ഒരു വാക്ക്, ഈ മഹാമരുഭൂമിയിലെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ബന്ധം ദൈവവും തന്റെ ജനവുമായിട്ടുണ്ട്. ये बाइबल का हर परिभाषा में ये कहते हैं कि ये महाग्रुप इतने लोगों के बीच में भी तुम्हें अच्छी तरह पहचानने वाला एक परमेश्वर है. ഞാൻ ഈ വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തിന് ഹല്ലേലൂയ പാടാനിടയായി തീർന്നു. ഒരു വലിയ ജനസമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മെ വ്യക്തിപരമായി അറിയുന്നവനാണ് ഈ ശ്രേഷ്ഠ ഇടയൻ. ये श्रेष्ठ चरवाहा जो है इतने झुंडों के बीच में मुझे पहचानने वाला और मुझे प्यार करने वाला चरवाहा. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പല വാക്യങ്ങൾ എന്റെ മുമ്പിൽ കണ്ട്. 73-ാം സങ്കീർത്തനത്തിന് 24-ാമത്തെ വാക്യം, 78-ാം സങ്കീർത്തനത്തിന്റെ 52-ഉം 53-ഉം വാക്യങ്ങൾ, 78-ാം സങ്കീർത്തനത്തിന്റെ 70-ഉം 71-ഉം 72-ഉം വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കേണ്ടതാണ്. ഞാൻ ഒന്നും കൂടെ പറയാം. 73-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം, 78-ാം സങ്കീർത്തനം 52-ഉം 53-ഉം വാക്യങ്ങൾ, 78-ാം സങ്കീർത്തനം 70-ഉം 71-ഉം 72-ഉം വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം ദൈവം തന്റെ ജനത്തെ, തന്റെ ഇടയനെ നടത്തിക്കൊണ്ടു പോകുന്ന ആ അനുഗ്രഹീതമായ ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. भजन संहिता 73, 78 और ऐसा की किताब 40 में हम देखते हैं कि उनके जनों को परमेश्वर अच्छी तरह चंगी तरह से चलाता है. വളരെ പഴയ നിയമത്തിലെ അനേക വേദഭാഗങ്ങളിൽ ദൈവം തന്റെ ജനത്തെ നടത്തിക്കൊണ്ടു പോകുന്ന ആ നില, ആ അനുഗ്രഹീതമായ ചിത്രം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നു. पुराने नियम के बहुत से ऐसे इतिहास है जहाँ परमेश्वर यहोवा ने अपने जनों को उन्होंने अगुवाई करते चलाते ले गए. ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. एक बात सिर्फ ഈ മഹാമരുഭൂമിയിൽ നമ്മെ നടത്തുന്ന ഇടയന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ये मरुभूमि में हमें ले जाने वाला प्रभु का और ये चरवाहा का उनका प्रेम को हम पहचानना जरूरी. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ഇടയനെ തിരിച്ചറിയുവാൻ നമുക്കിടയായി തീരണം. हमारे जिंदगी के प्रश्नों के बीच में हमें प्रेम करने वाला उस चरवाहे को पहचानना हमारा जिम्मेवारी है. ധാരാളം കാര്യങ്ങൾ ഇനിയും ഈ ഭാഗത്ത് പറയേണ്ടതായിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ കൂടെ എളുപ്പം പറഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് കൃത്യസമയത്ത് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. कहने के लिए बहुत बातें हैं, लेकिन एक दो बात करके बंद करूंगा.
രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. दूसरी बात है, മറന്നു പോകരുത്, ഒന്ന് ഇടയനോട് കൂടെയുള്ള സന്തോഷകരമായ ഒരു ജീവിതമാണ് ആദ്യത്തെ 1-2 വാക്യങ്ങൾ. पहले और दूसरे में हमने देखा, पर जो चरवाहा के साथ जो हमारा खुशी का जिंदगी, इसके बारे में हमने देखा था. ഇനി 4-5 വാക്യങ്ങളിലെ പ്രമേയം ഇതാണ്: ഈ ഇടയന്റെ സാന്നിധ്യം എന്നെ സംതൃപ്തനാക്കുന്നു. और 4 और 5 में हम देखते हैं कि ये चरवाहा मेरे साथ होने की वजह से बिल्कुल संतृप्ति मुझे मिलता है. ഈ ഇടയന്റെ സാന്നിധ്യം എന്നെ സംതൃപ്തനാക്കുന്നു. उनका सानिध्य जो मेरे जिंदगी में है वो मुझे तृप्त कराता है. ഈ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ, അഥവാ കർത്താവ് നമ്മോട് കൂടെയുള്ള സന്ദർഭത്തിന്റെ മധ്യത്തിൽ 2 പ്രധാനപ്പെട്ടതായ ഉപകരണങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. ये जो प्रभु हमारे साथ जिंदगी में होने की अवसर में 2 अलग अलग चीजें हमें नजर आता है. അവന്റെ സാന്നിധ്യത്തെ ഞാൻ അനുഭവിച്ചറിയുമ്പോൾ 2 കാര്യങ്ങൾ എന്റെ കൺമുമ്പിൽ എനിക്ക് കാണാൻ കഴിയുന്നു. और मेरे आंखों के सामने 2 चीजें हमें दिखता है. ഒന്ന്, അവന്റെ വടിയെ ഞാൻ കാണുന്നു. उनका जो झड़ी को हम देखते हैं. 2, അവന്റെ കോല് ഞാൻ ദർശിക്കുന്നു. और उनका बड़ा वाला उसको भी हम देखते हैं. ഈ 2 കാര്യങ്ങൾ ഞാൻ കാണുന്നു. ये दोनों चीज को हम देखते हैं. അവന്റെ സാന്നിധ്യമാണ് എന്നെ സംതൃപ്തനാക്കുന്നത്. എന്നെ സംതൃപ്തനാക്കുന്നതിന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ ഈ 2 കാര്യങ്ങൾ ഞാൻ എടുത്തു കാണുവാനിടയാകുന്നു. उनका जो सोंटे और उनकी लाठी, दोनों को मेरे जिंदगी का तकलीफों के बीच में मेरे को नजर आता है. ഈ 2 കാര്യങ്ങൾ, 2 ആശയങ്ങളാണ് നമ്മോട് പ്രദാനം ചെയ്യുന്നത്. ये दोनों अलग अलग 2 आशयों को दिखाता है. വടി ശിക്ഷണത്തിന്റെ ഉപാധിയാണ്. छोटा जो झड़ी जो होता है, सोंडे जिसको कहते हैं, वो हमें डिसिप्लिन कराने वाला बात है. എന്നാൽ കോൽ എന്ന് പറയുന്നത് സംരക്ഷണത്തിന്റെ മുദ്രയാണ്. लेकिन लाठी क्या होता है, वो हमें देखभाल करने का वो चाप होता है. ദൈവത്തിന്റെ ശിക്ഷണം, ദൈവത്തിന്റെ സംരക്ഷണം. परमेश्वर का जो हमारे जो डिसिप्लिनिंग कराना और उनका जो हमारा देखभाल करना, 2 चीज. പ്രിയപ്പെട്ടവർ, ഇതൊരു ശാസ്ത്രീയ പഠനമൊന്നുമല്ല, എന്നാൽ ഇതൊരു എക്സ്പീരിയൻഷ്യൽ സ്റ്റഡിയാണ്. ഇതൊരു അനുഭവവേദ്യമായിരിക്കുന്ന പഠനമാണിത്. कोई टेक्निकल स्टडी नहीं किया मैंने, अपनी जिंदगी से ही मैं आपसे बात कर रहा हूँ. ഞാനും എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവനെ വെച്ച് തന്ന, എന്നെ പരിപാലിക്കുന്ന ഇടയനുമായുള്ള ആ ബന്ധത്തിൽ അവന്റെ ശിക്ഷണം ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ അവന്റെ സംരക്ഷണവും ഞാൻ കാണുന്നു. मेरे निजी जिंदगी में मैं उनका शासनाओं को और उसका ताड़नाओं को हम देखते हैं, लेकिन उसके साथ साथ उनका परिपालन, हमारे देखभाल करने, वो भी हम देखते हैं. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നാം എല്ലാവരും അനുഭവിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഈ 2 അനുഗ്രഹീതമായ സ്വഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ये जो 2 बातें परमेश्वर के जो स्वभाव गुणों में से दोनों को अपनी निजी जिंदगी में क्या पहचान पा रहे? ദൈവം നമ്മെ ചില ശിക്ഷണ നടപടികളിൽ കൂടി കടത്തിവിടാൻ താല്പര്യപ്പെടുന്നു. परमेश्वर हमें कुछ अनुशासन की बातों के बीच में से गुजारना चाहते हैं. അവൻ ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല, कोई गलत नहीं करेंगे वो, എന്നാൽ അവന്റെ ശിക്ഷണം ഞാൻ അനുഭവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. लेकिन उसका अनुशासन के अंदर मुझे चलना जरूरी है. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ അവൻ എന്നെ ഡിസിപ്ലിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. अब इब्रानियों के पत्री उसका 12 का 5 में कहते हैं कि वो मुझे डिसिप्लिन, अनुशासन देता है, डिसिप्लिन करता है. ദൈവം എന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ കാര്യത്തിൽ എത്രത്തോളം അവൈലബിൾ ആണ്? परमेश्वर जब हमें अनुशासन के अंदर से गुजारना चाहते हैं, क्या आप अवेलेबल हैं या नहीं? എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഏത് ശിക്ഷയും തൽക്കാലത്തേക്ക് സന്തോഷകരമല്ല, അത് സന്തോഷകരമാകാൻ സാധ്യതയുമില്ല. और इब्रानियों की पुस्तक में हम देखते हैं कि जो भी छोटा छोटा शिक्षा हमारी जिंदगी में आता है, उससे हमें उस समय के लिए खुशी नहीं होता है. എന്നാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, നമ്മുടെ ജീവിതത്തിന്റെ ആ ബന്ധത്തിൽ സംഭവിച്ച പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മെ ശിക്ഷിക്കുന്നുണ്ട്. നാം അത് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം. हमारे जिंदगी में जो चीजें हमें फेल हुआ है, पराजय हुआ है, उसके संबंध में परमेश्वर हमें शिक्षा देता है. उसे हमें पहचानना बहुत जरूरी है. അവൻ ദോഷമായിട്ടുള്ളതിന് വേണ്ടിയല്ല ശിക്ഷിക്കുന്നത്, कोई गलत होने के लिए नहीं करता है. എന്നാൽ ഞാനും നിങ്ങളും അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും ശിക്ഷണത്തിൽ കൂടി കടത്തിവിടുവാൻ അവൻ താല്പര്യപ്പെടുകയാണ്.
उनका विशुद्धि को हम पाने के लिए हमें अनुशासन के अंदर से वो हमें गुजरने देता है। സോ ഈ കാലയളവിലെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാതെ അവന്റെ ശിക്ഷ എന്റെ മേൽ നടപ്പാക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. और हम ये पश्चात में हमें ये समझाना है हमें कोई दोष से नहीं गुजरने नहीं देता है, हमें उनके अनुशासन हमें सिखाने के लिए ऐसे छोटे छोटे शिक्षा हमें देता है. ഞാൻ ഒരു വാക്കുകൂടെ പറയട്ടെ, ഈ ശിക്ഷണത്തിന്റെ മധ്യത്തിലും പ്രിയപ്പെട്ടവരെ അവന്റെ കയ്യിൽ ഒരു വലിയ കോലുണ്ട്. എന്നെ സംരക്ഷിക്കുന്ന ഒരു കോൽ എനിക്ക് കാണുവാനായിട്ട് കഴിയണം. और ये शिक्षण के बीच में भी मैं देखता हूँ एक लाठी उसके हाथ में है, जिसके वजह से मुझे वो बचाता है. പലപ്പോഴും വടിയും കോലും കാണുമ്പോൾ ആ കാഴ്ച കാണാൻ നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ കാഴ്ച നാം കാണുന്നെങ്കിൽ അവന്റെ ശിക്ഷ അറിയുന്നതോടൊപ്പം തന്നെ അവന്റെ സംരക്ഷണത്തെയും അറിയുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായിത്തീരും. कभी-कभी ये सोंडे और लाठी दोनों को नजर नहीं आता है हमारे लिए, और जब भी हम समझता है तो उनका हमारे परिपालन, हमें देखभाल और प्रेम दोनों को हम देख पाएंगे. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഹോദരന്മാരോട് ചോദിച്ചു നോക്കുക, അവന്റെ സംരക്ഷണം എത്രമാത്രം വലുതാണെന്നുള്ളത് ഞാനും നിങ്ങളും യഥാസമയങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അവന്റെ സംരക്ഷണത്തിന്റെ മുമ്പിൽ നമുക്ക് തലകളെ കുനിച്ച് ദൈവത്തിന്റെ നാമത്തിന് ഹല്ലേലൂയ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. और परमेश्वर जो हमें बचाता है और देखभाल करते हैं, उसके सामने हल्लेलूया गीत गाकर हमें परमेश्वर को धन्यवाद देना जरूरी है. അവൻ നമ്മെ സംരക്ഷിക്കുന്നു, वो हमें देखभाल करता है. ഈ രണ്ട് ചിത്രങ്ങൾ, ഈ വടിയും കോലും പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും നമ്മുടെ ആശ്വാസത്തിന് അത് കാരണമായി തീരണം എന്ന് പറഞ്ഞാൽ ചുരുക്കി ഞാൻ പറയാം, ഈ ഇടയന്റെ സാന്നിധ്യം എന്നെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. और ये सोंडे और लाठी के बारे में जब कहते हैं तो हम ये पहचानते हैं कि वो मेरा साथ है, उनका सानिध्य मुझे खुशी देता है और मुझे शांति देता है. ഈ ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് ഒരുപാട് അപ്പുറത്ത്. परमेश्वर का हमारा देखभाल ये कभी-कभी हमारे सोच विचार से परे रहता है, बाहर रहता है. ഇപ്പോൾ നമ്മുടെ ആശുപത്രിയുടെ TMMന്റെ കാര്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ സത്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയ അലക്സങ്ങൾ ഈ കാര്യം അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചില്ലെന്നല്ല, ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു, ഏകദേശം 1 കോടി രൂപയൊക്കെ പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഒരു സംശയം ഉളവായി. സത്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ കരുതലിന്റെ മഹത്വം നാം തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ. और TMM के बारे में जब भाई कह रहा था कि हमने भी ये सोचा कि 1 करोड़ रुपया कहाँ से आएंगे, लेकिन अभी हमें बताया गया कि परमेश्वर का जो देखभाल की तरीका कितना गहरा तरीका है, कितना अच्छा तरीका है. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. തന്റെ മക്കളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ, അനാവശ്യത്തിന്റെ മുമ്പിലല്ല, ആവശ്യങ്ങളുടെ മുമ്പിൽ अपने बच्चों के हर जरूरत के समय पर हमें मदद करने के लिए परमेश्वर काम करते हैं, हमें देखभाल करते हैं. എന്റെ സമയം ഇവിടെ തീരുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. ഈ പാലസ്തീൻ നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ഇടയന്മാരുടെ മേച്ചുപ്പുറങ്ങളിൽ പണിതിരിക്കുന്ന കൂടാരങ്ങൾ കാണാനായിട്ട് കഴിയും. फलस्तीन में आप जाएगा तो आपको देख सकते हैं कि छोटे-छोटे टेंट्स ये चरवाहे लोग अपने भेड़ बकरी को देखभाल करने के लिए बनाकर छोटे-छोटे टेंट्स बनाकर रखता है. ഈ കൂടാരങ്ങളിലേക്ക് ഒരു അഭയാർത്ഥി എന്ന് വെച്ചാൽ ആവശ്യം കണക്കിടുന്ന ഒരു മനുഷ്യൻ ഓടി ചെല്ലുമ്പോൾ അവൻ ലഭിക്കുന്ന ഒരു സ്വീകരണത്തെ കുറിച്ചാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. और ये टेंट के अंदर जब आप जो अपने जरूरतें लेकर भाग के जब जाएं, उधर आपको किस प्रकार से स्वीकार किया जाएगा, यही हम देखते हैं इधर. അവിടെ ഒരു വാക്ക് വായിക്കുന്നുണ്ട് 5-ാമത്തെ വാക്യത്തിൽ, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഈ കൂടാരത്തിന്റെ മധ്യത്തിൽ ദൈവം എനിക്കായി ഒരു വിരുന്നൊരുക്കുകയാണ്. ഇതെന്നെ ആശ്ചര്യപ്പെടുത്തുന്നു, ഇതെന്നെ ആശ്ചര്യമുളവാക്കുവാൻ കാരണമാകുന്നു. ये मुझे अचंभा करते हैं, क्योंकि ये मेरे सताने वालों के बीच में सामने मेरे लिए इस टेंट के अंदर उन्होंने एक मेज को बचाया हुआ है, तैयार किया हुआ है. അവിടെ ഒരു വിരുന്നുണ്ട്, അവിടെ ഒരു അഭിഷേകമുണ്ട്. മാത്രവുമല്ല അവിടെ ഒരു പാനപാത്രത്തെ കുറിച്ചും കാണാനായിട്ട് കഴിയും. उधर हमारे लिए एक मेज है और हमारे लिए तेल है और हमारे लिए
एक कटोरा जो उमड़ जाता है उसको भी ഈ മൂന്ന് കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ സംതൃപ്തിയുടെ രംഗങ്ങളാണ്, സംതൃപ്തിയുടെ വിഷയങ്ങളാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ये तीनों हमारे जिंदगी का तृप्ति के बारे में कहते हैं परमेश्वर का आत्मा. പ്രിയപ്പെട്ടവരെ, ഈ ഇടയന്റെ സാന്നിധ്യം, ഇടയനോട് കൂടെയുള്ള ഹൃദ്യമായ ബന്ധം നമ്മെ എത്രമാത്രം സംതൃപ്തരാക്കുന്നുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ. हमारे जिंदगी में ये चरवाह के साथ जो संबंध रखता है उसमें हम कितना खुश हो जाता है, ये देखो. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പെറുപെറുപ്പിന്റെയും പലപ്പോഴും നിരാശയുടെ ഒക്കെ അനുഭവങ്ങളാണ് പലരും കടന്നു വരാനായിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ബന്ധം നമ്മെ വാസ്തവമായി സംതൃപ്തരാക്കേണ്ടത് ആവശ്യമായിരിക്കും. हमारे जिंदगी में कभी कभी हम परमेश्वर से गुस्सा करते हैं, प्रभु से गुस्सा करते हैं, लेकिन ये रिश्ता हमें सच्ची रीति से हमें खुश बनाना जरूरी है. എനിക്കിത് മുഴുവൻ പറയാനായിട്ട് കഴിയുന്നില്ല. സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 23 സംഗീതം പഠിക്കണം. आप लोग 23वां भजन संहिता को अच्छी तरह पढ़ना जरूरी है, समय नहीं. ഇത് ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കാണാതെ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല, ഇന്ന് പഠിക്കാനിടയായി തീരണം. बायाट तो किया हमने जिंदगी में, लेकिन उससे नहीं होता है, लेकिन उसको समझकर मनन करके पढ़ो. മൂന്നാമത്തെ കാര്യം 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഇടയനോട് കൂടെ ആശ്വാസകരമായ ഒരു അന്ത്യം കാണാൻ കഴിയുന്നു. और 4वां वचन 14 आयत में देखते हैं कि एक शांति का पर्यावरण पैदा होता है चरवाह के साथ. ഒരു സമാധാനപൂർണമായ അന്ത്യം ഈ ഇടയനോട് കൂടെ ഉണ്ട്. മരണ നിഴലിന്റെ താഴ്വരയും ഇടയൻ നമ്മോട് കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, मृत्यु की जो घाटी के अंदर से भी गुजरता है, तब भी ये चरवाह हमारे साथ है. 4-ാമത്തെ വാക്യം എത്ര പ്രാവശ്യം വായിച്ചാലും മതിയാകുന്നില്ല. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും ഞാൻ അടുത്തും ഭയപ്പെടുന്നില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. और 14 वचन में हम देखते हैं कि जब अंधेरे की घाटी से भी हम गुजरते हैं, मैं डरता नहीं क्योंकि तू मेरे साथ है. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. तू मेरे साथ है. എത്രയോ ശ്രേഷ്ഠമായ, എത്രയോ ആശ്വാസകരമായ ഒരു കാര്യം ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിരിക്കാം. कितने खुशी की, कितनी शांति भरा हुआ एक चीज आज हम पहचान पाया. വിശദീകരണം കൂടെ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. 6-ാമത്തെ വാക്യത്തിൽ ഈ ഇടയനോടൊപ്പം ആശ്ചര്യമുളവാക്കുന്ന ഒരു നിത്യത കാണാൻ കഴിയുന്നുണ്ട്. और 6वां वचन में ये चरवाह के साथ एक नित्यता को हम देखते हैं जो हमें शांति सर्वदा के लिए देता है. ദൈവത്തിന്റെ ആത്മീക സാന്നിധ്യം നമ്മെ നിത്യം അനുഭവിക്കുവാൻ കഴിയുന്നു. നാം അതിലേക്ക് പ്രവേശിക്കുന്നു. നിത്യകാലം ഈ ഇടയനോട് കൂടെ നാം ആയിരിക്കും. और ये प्रभु के साथ, चरवाह के साथ नित्यकाल में हमेशा के लिए, जिंदगी हर समय के लिए हम उनके साथ रहेंगे, उसको इधर दिखाता है. ഈ ഇടയനോട് കൂടെ ഒരു സന്തോഷകരമായ ജീവിതം. और ये चरवाह के साथ एक खुशी की जिंदगी. എന്റെ ഇടയനോട് കൂടെയുള്ള സന്തോഷകരമായ ജീവിതം. मेरा चरवाह के साथ की जो खुशी, എന്റെ കഷ്ടങ്ങളിലും എന്റെ വേദനകളിലും എന്റെ രോഗങ്ങളിലും എന്റെ ഭാരങ്ങളിലും എനിക്കുള്ള സകലത്തിലും സന്തോഷകരമായ ഒരു ജീവിതം എന്റെ ഇടയന്റെ കൂടെ. और मेरे जिंदगी की हर पहलू में खुशी हो, दुख हो, कुछ भी हो, मेरे चरवाह के साथ खुशी की दिन. ഈ ഇടയന്റെ സാന്നിധ്യം എന്നെ സംതൃപ്തനാക്കുന്നു. और उनका जो सानिध्य मुझे तृप्ति देता है. ഈ ഇടയനോട് കൂടെ ആശ്വാസകരമായ ഒരു അവസാനം ദൈവം എനിക്ക് പ്രദാനം ചെയ്യുന്നു. और ये अब चरवाह के साथ एकदम एक मेरा अंतिम, एक बहुत खुशी का अंतिम देता है. യെസ്, ഈ ഇടയനോട് കൂടെ ഒരു നിത്യത ദൈവം എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. और मेरे लिए उन्होंने एक अनंत जीवन तैयार किया है. സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ബന്ധം എത്ര ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ. ये रिश्ता कितना बढ़िया रिश्ता है. परमेश्वर के नाम की महिमा हो. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. നമുക്ക് അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. परमेश्वर के बच्चे हम तो बिल्कुल भाग्यशाली लोग हैं, और उस सोच के हमें परमेश्वर को धन्यवाद करें. വരും ദിവസങ്ങളിൽ ഈ ഹൃദ്യമായ ബന്ധം കാത്തു സൂക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഈ വാക്കുകളാൽ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. आगे आगे आने वाला दिनों में ये उनके साथ अच्छे एक रिश्ता बनाकर रखे,
खुशी से रहने के लिए परमेश्वर का आत्मा हमें मदद करे। കാക്കനാട് സഭയോർത്ത് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാണിക്കുന്ന എല്ലാ സ്നേഹകൂട്ടായ്മകൾക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവിന്റെ മഹത്വമുള്ള നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. काकनाड कलिसिया के लिए मैं धन्यवाद करता हूँ। आपके साथ जो भी सहयोग और संबंध मेरे साथ हुआ, मेरे परिवार के साथ हुआ, मेरे लिए प्रार्थना करते हैं, ये सबके लिए धन्यवाद करते हैं। और मैं भी आपके लिए प्रार्थना करते रहे, उनकी नाम की महिमा हो।